ചാമ്പ്യൻ ടീമിൻ്റെ ചാമ്പ്യൻ പ്രകടനം എവിടെയാണോ കഴിഞ്ഞ പ്രാവശ്യം അവസാനിപ്പിച്ചത് അവിടുന്ന് തുടങ്ങുന്നൊരു പ്രകടനമായിരുന്നു RCBയുടെയും വിരാട് കോഹ്ലിയുടെ പടയുടെയും. സൂപ്പർ പെർഫോമൻസ്. 15.4 ഓവറിനകത്ത് തീർത്തു വിട്ടു SRH നിങ്ങൾ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു. ഇനി അല്പം കൂടെ ഒക്കെ ഒന്ന് മൂക്കാനുണ്ട് ഞങ്ങളുടെ അടുത്ത് മുട്ടാൻ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മണ്ണിൽ വന്ന് മുട്ടാൻ. ഹോം അഡ്വാൻറ്റേജ് ഇല്ല എന്നൊക്കെ ഉള്ളതുണ്ടായിരുന്നു, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം നോക്കുവാണെങ്കിൽ എല്ലാ അഡ്വാൻറ്റേജ് കഴിഞ്ഞ ഒരു ട്രോഫി വന്നതിൽ പിന്നെ എല്ലാ അഡ്വാൻറ്റേജും അവർക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. 15.4 ഓവറിനകത്ത് കളി ജയിച്ചതാണ്ട് ആദ്യത്തെ പോയിന്റ് കരസ്ഥമാക്കി. ആ 2 വിക്കറ്റ് ക്വിക്കായിട്ട് പോയില്ലായിരുന്നെങ്കിൽ മേ ബി 13 ഓവറിനകത്ത് കളി സൈഡിലാക്കിയതിനെ വിരാട് കോഹ്ലി പടം. ഈ വിരാട് കോഹ്ലിയാണ് ടെസ്റ്റ് ടീമിൽ നിന്ന് പുറത്താക്കിയത്. ഈ വിരാട് കോഹ്ലി ടെസ്റ്റ് ടീമിൽ നിന്ന് പുറത്തു പോയതിൽ പിന്നെ ഇന്ത്യയുടെ മണ്ണിൽ നമ്മൾ ഒരു ടെസ്റ്റും ജയിച്ചിട്ടില്ലെന്നുള്ളതാണ് ചരിത്രം. നമ്മൾ ആകെപ്പാടെ തോൽപ്പിച്ചത് ഒരു വെസ്റ്റ് ഇൻഡീസിനെയാണ്. സൗത്ത് ആഫ്രിക്ക വന്ന് നമ്മളെ തേച്ചൊപ്പിച്ചിട്ട് പോയി. ഈ മനുഷ്യനെയാണ് നമുക്ക് ODI ടീമിൽ നിന്ന് പുറത്താക്കേണ്ടത്. നമുക്കല്ല, ചില ഇന്ത്യയുടെ സെലക്ടർമാർക്കും ചില ഹെഡ് കോച്ചുമാർക്കും പലവന്മാരും MRFൻ്റെ ബാറ്റ് എടുത്ത് കറങ്ങി നടപ്പുണ്ട്. ഞാനാണ് ചേസ് മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നോക്കുകയാണെങ്കിൽ ഒറ്റ ഒരു ചേസ് മാസ്റ്ററേ ഉള്ളൂ. ഇന്നലകൾ ഇന്നും ഇനി നാളെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പം തൽക്കാലം വേറെ ഒരുത്തനുമില്ല. ODI മാത്രമേ കളിക്കുന്നുള്ളൂ. എവിടെയാണോ ODI നിർത്തിയത്, എവിടെയാണോ കഴിഞ്ഞ വർഷം നിർത്തിയത്, അവിടുന്ന് തുടങ്ങുന്ന ഒരു പ്രയോഗകാലം. ഇഷാൻ മലിംഗ വന്ന് അടിച്ച ഒരു സ്ട്രെയിറ്റ് 6 മതി ആ മനുഷ്യൻ്റെ ക്വാളിറ്റി കാണിക്കാൻ. അനങ്ങിയില്ലല്ലോ. പലരും അങ്ങോട്ടൊക്കെ ഒന്ന് ചലിച്ചതില്ല. ആ അടിച്ച ഒരു സ്ട്രെയിറ്റ് 6 കിടിലം ബാറ്റിങ്. 150 സ്ട്രൈക്ക് റേറ്റിൽ 5 6, 2 പുൾ ഷോട്ട് ഉണ്ടായിരുന്നു. ഫ്ലാറ്റ് ഷോട്ട്, അത് ഗൺ ഷോട്ട് എന്ന് പറയും. ഫ്ലാറ്റ് ആയിട്ടുള്ള 2 6 ഫുള്ള് സ്കോർ ചേസ് ചെയ്യുന്നു, ടീമിനെ വിജയിപ്പിച്ചിട്ട് കയറിപ്പോകുന്നു. പലരും ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കാറുണ്ട്, അവരവരുടെ കാര്യം കാഴ്ച വെച്ചിട്ട് കയറിപ്പോകും. ടീം ജയിക്കുമല്ലോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. ഇത് പറഞ്ഞ് ദേവത് പടിക്കലിനോട് രജിത് പട്ടിദാറിനോട് നീ അടിയടാ, ഞാനിവിടെ ഉണ്ട്, ജയിപ്പിച്ചിട്ടേ കയറി വരത്തുള്ളൂ എന്ന് പറഞ്ഞതാ കളി ജയിപ്പിച്ച് കയറിപ്പോകുന്നു. ഇതാണ് വിരാട് കോഹ്ലി. ഓറഞ്ച് ക്യാപ്പ് റേസിനകത്ത് ഈ പ്രാവശ്യം ആ മനുഷ്യൻ കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാ വർഷവും വന്നിട്ട് 400 500 600 റൺസൊക്കെ ആ മനുഷ്യൻ കണ്ടെത്തും. ഇനി ആ മനുഷ്യൻ എന്തുകൊണ്ട് നേടാൻ? എല്ലാം നേടി. ഒറ്റ ഒരു കാര്യത്തിൻ്റെ കുറവേ ഉള്ളായിരുന്നു അയാളുടെ ഷെൽഫിനകത്ത്, ഒരു IPL കിരീടം. അത് കഴിഞ്ഞ വർഷം നേടി. ഇനി ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചാൽ കിട്ടത്തില്ല. കാണാൻ കഴിയാവുന്നിടത്തോളം ആ മനുഷ്യന് മനോഹരമായുള്ള ഇന്നിങ്സുകൾ കാണാൻ കഴിയട്ടെ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയറാണ് ദേവത് പടിക്കൽ. 2 വർഷം മുമ്പ് തിരിച്ചു നോക്കുവാണെങ്കിൽ ദേവത് പടിക്കൽ ക്രിക്കറ്റിൽ തന്നെ ഉണ്ടാവുമെന്ന് സംശയമായിരുന്നു. ഒരു 11 കിലോയോളം അയാളെ വെയിറ്റ് കുറച്ചത്. സോ ഒരാൾ 11 കിലോയോളം വെയിറ്റ് കുറച്ചിട്ട് പിന്നെയും ക്രിക്കറ്റ് കളിക്കുക, ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വരിക, RCB ആ പ്ലെയറിനെ ബാക്ക് ചെയ്യുക. RCB 2 പ്ലെയറിനെ ബാക്ക് ചെയ്ത് കേട്ടോ. ദേവത് പടിക്കലിനെയും ബാക്ക് ചെയ്ത് അവരുടെ ഒരു ഫേവറേറ്റ് പ്ലെയറായ വെങ്കടേഷ് അയ്യറിനെയും ബാക്ക് ചെയ്തു. ഇന്ന് വെങ്കടേഷ് അയ്യറിനുള്ളൊരു മെസ്സേജാണ്, നീ താണ്ട ബെഞ്ചിൽ തന്നെ ഇരുന്നോണം, എൻ്റെ കസേര നോക്കി നീ വരലെന്നാണ് ഇന്ന് നോക്കുവാണെങ്കിൽ വെങ്കടേഷ് അയ്യറിനോട് ദേവത് പടിക്കൽ പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ ഒരു ബാറ്റിംഗ് കണ്ടിട്ട്, ദേവത് പടിക്കലിൻ്റെ ബാറ്റിംഗ് കണ്ടിട്ട് വെങ്കടേഷ് അയ്യറിന് കുറച്ച് നാൾ ആ സീറ്റിനകത്ത് ഇരിക്കേണ്ടതായിട്ട് വരും. എടുത്തു പറയേണ്ടത് ദിനേശ് കാർത്തികനെയാണ്. ദേവത് പടിക്കലിനെ ബാക്ക് ചെയ്തു. ഇന്ന് നോക്കുവാണെങ്കിൽ ആ ഒരു പെർഫോമൻസ് തിരിച്ചു കൊടുത്തു. ഫിലിപ്പ് സാൾട്ടിൻ്റെ വിക്കറ്റ് അവിടെ പോയി. മേ ബി SRHൻ്റെ മാച്ചിലേക്ക് തിരിച്ചു വരായിരുന്നു. കളിച്ച ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചുകൊണ്ടായിരുന്നു ദേവത് പടിക്കൽ തുടങ്ങിയത്. 238 സ്ട്രൈക്ക് റേറ്റ്, 4 6. ഒരു ടെസ്റ്റ് പ്ലെയർ T20 അപ്ഗ്രേഡ് ആകുമ്പോഴത്തേന് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ദേവത് പടിക്കൽ. ഡൊമസ്റ്റിക് ക്രിക്കറ്റിനകത്ത് ഏകദേശം 700 റൺസ് മേൽ കണ്ടെത്തി ഈ പ്രാവശ്യം. നല്ല ഫോമിലായിരുന്നു. വെങ്കടേഷ് അയ്യർ നോക്കുവാണെങ്കിൽ ആ ഒരു ഫോമിലല്ല. കറക്റ്റായിട്ടുള്ള പ്ലെയറിനെ കറക്റ്റായിട്ട് ബാക്ക് ചെയ്തു, നമ്പർ 3 കൊണ്ടുവരുന്നു, കളിച്ചൊരു ബാറ്റിംഗ്. 2 വർഷം മുമ്പ് കരിയർ തീർന്നതാണ്. അത്രയ്ക്ക് മോശമായിരുന്നു. ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി വെച്ചിട്ട് നോക്കിക്കേ, സ്വീപ്പ് ഷോട്ട്, റിവേഴ്സ് സ്വീപ്പൊക്കെ മനോഹരമായിട്ട് കളിക്കുക. അതൊരു ടെസ്റ്റ് പ്ലെയറിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഒരു ടെസ്റ്റ് പ്ലെയർ T20 പ്ലെയറായിട്ട് അപ്ഗ്രേഡ് ആകുമ്പോഴത്തേനും ഒരുപാട് ക്വാളിറ്റി കാണാൻ പറ്റും. ആ ഔട്ടായ ഷോട്ട് ഒഴിച്ച് ബാക്കി നോക്കുവാണെങ്കിൽ ഒരു ലൂസായിട്ടുള്ളൊരു ഷോട്ട് നമ്മളവിടെ കണ്ടില്ല. മനോഹരമായിട്ട് 6 അടിച്ചു, സ്ക്വയർ കട്ട് കളിച്ചു, ഡ്രൈവ് കളിച്ചു. സൂപ്പർ ബാറ്റിംഗ് ദേവത് പടിക്കൽ. പിന്നെ രജിത് പട്ടിദാർ എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപ്റ്റൻ. സ്പിന്നർമാർക്ക് വരെ നല്ല സ്ട്രൈക്ക് റേറ്റോടൊരു പ്ലെയറാണ്. പക്ഷേ ഇന്ന് പേസ് ബോളർമാരെ വിട്ടില്ല. 3 6 അടിച്ചത്, 2 6 പേസ് ബോളർമാർക്കെതിരെയായിരുന്നു. ലോങ് 6 അടിക്കുന്ന ഒരു പ്ലെയർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വാതിൽ കുറച്ച് നാളും കൊണ്ടേ രജിത് പട്ടിദാർ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. എങ്ങനെ കയറാൻ? എത്ര പ്ലേയേഴ്സ് വെളി നിൽക്കുക. ശ്രേയസ് അയ്യർ, രുതുരാജ് ഗൈക്വാഡ്, സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, എത്രയോ പ്ലേയേഴ്സ് വെളി നിൽക്കുമ്പോഴത്തേനും രജിത് പട്ടിദാറും വന്നിട്ട് കുറേ നാളും കൊണ്ട് ഇങ്ങനെ നോക്ക് ചെയ്യുക, ഒരവസരം എന്നുള്ളത്. സോ ഇന്ന് ക്യാപ്റ്റൻസിയും കാഴ്ചവെച്ചു. പെട്ടെന്ന് ഒരു ക്വിക്കായിട്ടുള്ളൊരു ഇന്നിങ്സ് വന്ന് കാഴ്ചവെച്ചിട്ട് പോയി. 12 ബോളിൽ നിന്ന് 31 റൺസ്, 3 6 അടിച്ചത്, 258 സ്ട്രൈക്ക് റേറ്റിൽ വന്നിട്ട്
ടീമിനെ ചേസിനകത്ത് വളരെ ക്ലോസ് ആയിട്ട് കൊണ്ടുപോകുന്നു. ലോങ് സിക്സ് അടിക്കുന്ന രജിത് പട്ടിദാറിനെ ഇന്നത്തെ ക്യാപ്റ്റൻസി എടുത്ത് പറയുവാണെങ്കിൽ കുറച്ച് മിസ്റ്റേക്ക് അവിടെ ആവർത്തിച്ചു. ജേക്കബ് ട്രിഫിക്ക് ഒരു 3 ഓവർ കൊടുത്താൽ മതിയായിരുന്നു, പക്ഷേ 4 ഓവറിനകത്ത് എറിയിച്ചു. എന്നാലും അവിടുത്തെ ഒരു ആവറേജ് സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ 190. പക്ഷെ ഒരു 200 റൺസിനകത്ത് ജോഷ് ഹേസ്ലൂഡ് ഇല്ലാതെ ദയാൽ ഇല്ലാതെ പിടിച്ചു നിർത്താൻ അവിടെ രജിത് പട്ടിദാറിന് കഴിഞ്ഞു. അത് ലാസ്റ്റ് 2 ഓവറിനകത്ത് ഭുവനേഷ് കുമാറിനെ മാറ്റി വെച്ചു. ഭുവനേഷ് കുമാർ വിട്ടുകൊടുത്ത കേവലം 16 റൺസ്. തീർച്ചയായിട്ടും RCB റൺസ് വഴങ്ങി. RCBക്ക് കുറച്ചും കൂടെ മുമ്പേ ഇവരെ പിടിച്ചു കെട്ടാമായിരുന്നു. പക്ഷേ RCBയുടെ ബോളിംഗ് നോക്കുവാണെങ്കിൽ ജേക്കബ് ട്രിഫിയും ഭുവനേഷ് കുമാറിനെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിയുമ്പോൾ ആ ഒരു ബോളിങ്ങിൽ അത്ര ഒരു മൂർച്ചയില്ല. പക്ഷേ ഒരു പോസിറ്റീവ് നോക്കുവാണെങ്കിൽ ജേക്കബ് ട്രിഫി എന്നാ മനോഹരമായിട്ടുള്ള ബോളിംഗ് ആയിരുന്നു. പവർ പ്ലേക്കകത്ത് തന്നെ SRHനെ തീർത്തു. SRHൻ്റെ ഏറ്റവും അപകടകാരിയായുള്ള 2 ബാറ്റ്സ്മാൻമാരാണ് അഭിഷേക് ശർമ്മയും ട്രാവസ് ഹെഡും. നമുക്കറിയാം അവർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. പക്ഷെ അവരുടെ ഫോം, ട്രാവസ് ഹെഡിൻ്റെയും അഭിഷേക് ശർമ്മയുടെയും ഫോം നോക്കുവാണെങ്കിൽ, ട്രാവസ് ഹെഡ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ IPL ഫോപ്പായിരുന്നു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടിയും വലിയൊരു പഴയ ഒരു പെർഫോമൻസ് ഒന്നും ട്രാവസ് ഹെഡ് കാഴ്ചവെക്കുന്നില്ല. ഇന്നും വന്ന് ബോഡിയിൽ ഒരു ഷോർട്ട് പിച്ച് ഡെലിവറി എറിയുന്നു. ട്രാവസ് ഹെഡിനെ എടുക്കുന്നു ജേക്കബ് ട്രിഫി. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയ്ക്കെതിരെ ഒരു ഷോർട്ട് പിച്ച് ഡെലിവറി എറിയുന്നു ബോഡിയിൽ. അഭിഷേക് ശർമ്മയുടെ വിക്കറ്റും വന്നിട്ട് ജേക്കബ് ട്രിഫി വന്നിട്ട് എടുത്തു. ഫ്ലാറ്റായിട്ടുള്ളൊരു പിച്ചായിരുന്നു, പക്ഷേ സർഫസ് പുതിയതായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ഗ്രാസ് ഉണ്ടായിരുന്നു പിച്ചിനകത്ത്. ജോഷ് ഹേസ്ലൂഡിനെ നോക്കുവാണെങ്കിൽ RCB കാര്യമൊന്നും മിസ് ചെയ്തേയില്ല. ഞാൻ ജോഷ് ഹേസ്ലൂഡായിട്ടൊന്നും കമ്പയർ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ അതേ ഹൈറ്റ്, അതേ ഒരു ഏകദേശം ഒരു ബോളിംഗ് ആക്ഷൻ, ആ ഒരു ഹിറ്റ് കാർഡ് എറിയുന്ന ഒരു ബോളർ, 7 മീറ്റർ 6 മീറ്റർ ലെങ്കിൽ ബോൾ വന്ന് ഹിറ്റ് ചെയ്ത് എറിയാൻ കഴിയാവുന്ന ഒരു ബോളർ. സൂപ്പറായിട്ട് ബോൾ ചെയ്തും 3 നിർണായകമായ വിക്കറ്റ് എടുക്കുന്നു. നിതീഷ് കുമാർ റെഡ്ഡിയുടെ വിക്കറ്റ് അവിടെ എടുക്കുന്നു. നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഫോം പരിശോധിക്കുകയാണെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി സത്യം പറഞ്ഞാൽ അൻകിത് വർമ്മയെ കണ്ടുപഠിക്കണം. നിതീഷ് കുമാർ റെഡ്ഡിക്ക് കിട്ടിയ അവസരങ്ങളൊന്നും അൻകിത് വർമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. നിതീഷ് കുമാർ റെഡ്ഡി നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ 2 ഫോർമാറ്റിൻ്റെ പ്ലെയറാണ്. T20 അല്ലെങ്കിൽ ടെസ്റ്റിൻ്റെ പ്ലെയറാണ്. അൻകിത് വർമ്മ നോക്കി ഇന്നത്തെ അൻകിത് വർമ്മയുടെ ബാറ്റിംഗ് നോക്കുക, സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു. പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡിക്ക് കിട്ടിയ അവസരങ്ങളൊന്നും അൻകിത് വർമ്മയ്ക്ക് കിട്ടിയില്ല. നിതീഷ് കുമാർ റെഡ്ഡിക്ക് പ്രൂവ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. ഇന്ന് നിതീഷ് കുമാർ റെഡ്ഡി കൊണ്ട് കളഞ്ഞു അവസരത്തെ. സോ നിതീഷ് കുമാർ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം ഈ IPL വളരെ നിർണായകമായിരിക്കും. സോ ഞാൻ പറഞ്ഞു പോകുന്നത് ജേക്കബ് ട്രിഫിയുടെ ബോളിങ്, ഭുവനേഷ് കുമാറിൻ്റെ അവസാനത്തെ 2 ഓവർ കേവലം വിട്ടുകൊടുത്ത 16 റൺസാണ്. പിന്നെ മങ്കേഷ് യാദവ് അല്ലെങ്കിൽ ജോഷ് ഹേസ്ലൂഡ് തിരിച്ചു വരുവാണെങ്കിൽ ഇവരുടെ ബോളിംഗ് അല്പം കൊണ്ട് മെച്ചപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ റൊമാരിയോ ഷെപ്പേർഡ് 4 ഓവറിനകത്ത് 54 റൺസ് വഴങ്ങി. 3 വിക്കറ്റൊക്കെ അവിടെ എടുത്തു എന്ന് പറയാം, പക്ഷേ 54 റൺസ് അവിടെ വഴങ്ങുന്നു. അതുപോലെ തന്നെ സുയാഷ് ശർമ്മയുടെ നോക്കുവാണെങ്കിൽ ലൈൻ അത്ര ബെറ്റർ അല്ലായിരുന്നു. 10 റൺസിന് താഴെയാണ് എക്കണോമി, പക്ഷേ ഒരുപാട് ബോൾ ഷോർട്ട് പിച്ചായിട്ട് എറിയുന്നുണ്ടായിരുന്നു. സുയാഷ് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കണം. RCBയുടെ ഒരു ചെറിയൊരു വീക്ക്നെസ് ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് സ്പിന്നും വരും. നോക്കിയേ, കുർണാൽ പാണ്ഡ്യ നോക്കുകയാണെങ്കിൽ ആ ഒരു ബെസ്റ്റ് വന്നില്ല. 2 ഓവറേ കുർണാൽ പാണ്ഡ്യ എറിഞ്ഞുള്ളൂ. 26 റൺസ് വഴങ്ങി 13 റൺസിൻ്റെ ആയിരുന്നു എക്കണോമി. ഇന്ന് സൈഡാ മാമിലൊക്കെ വന്നിട്ട് ക്വിക്കായിട്ടൊക്കെ ബോൾ എറിയുന്നുണ്ട്. നല്ല രീതിയിൽ ഇന്ന് കുർണാൽ പാണ്ഡ്യയ്ക്ക് കാര്യമുണ്ട്. സോ 2 സ്പിന്നർമാർ ഒരേപോലെ ഓഫ് ആകുമ്പോഴത്തേന് അത് RCB സംബന്ധിച്ചിടത്തോളം അത്ര ബെറ്റർ ആയിരിക്കില്ല. RCBക്ക് നോക്കുകയാണെങ്കിൽ ഒരു 150 റൺസിനകത്ത് SRHനെ പിടിച്ച് കെട്ടാമായിരുന്നു. 29 റൺസിൽ 3 വിക്കറ്റ് പോയെടുത്തുനിന്ന് 201 റൺസ് വഴങ്ങാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ 155 റൺസിനകത്ത് 6 വിക്കറ്റ് പോയി. ഇഷാൻ കിഷൻ്റെ വിക്കറ്റ് അവിടെ പോയപ്പോഴത്തേനും ഇവർക്ക് മാച്ചിലോട് തിരിച്ചു വരാമായിരുന്നു. പക്ഷേ അവിടെ 201 റൺസ് ഇവിടെ വഴങ്ങി. അതുപോലെ തന്നെ അഭിനന്ദൻ സിംഗ് നോക്കുവാണെങ്കിൽ ഇന്നൊരു ബെറ്റർ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. ഒരു വിക്കറ്റൊക്കെ എടുത്തു അവിടെ. മങ്കേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു ഓൾറൗണ്ടർ കൂടാണ്. നമ്പർ 9 വന്നിട്ട് ബാറ്റ് ചെയ്യാനും കഴിയും. എനിക്ക് തോന്നുന്നു മങ്കേഷ് യാദവ് താമസിക്കാതെ തന്നെ ഡെബ്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് RCBക്ക് വേണ്ടി. പിന്നെ എടുത്തു പറയേണ്ട RCBയുടെ 2 ക്യാച്ചാണ്. ഒരു 40 റൺസ് സേവ് ചെയ്ത 2 ക്യാച്ച്. ഫിലിപ്പ് സാൾട്ട് സൂപ്പർ ക്യാച്ച് കേട്ടോ. 97 റൺസിൻ്റെ പാർട്ണർഷിപ്പായിട്ട് അവിടെ നിൽക്കുമായിരുന്നു ഹെൻറി കാൾസനും ഇഷാൻ കിഷനും. അവിടെ വന്നെടുത്ത 2 മനോഹരമായിട്ടുള്ള ക്യാച്ച്. 40 റൺസ് സേവ് ചെയ്ത്. മേ ബി ഇഷാൻ കിഷൻ എന്നൊരു സെഞ്ചുറി എടുത്തു പോകാൻ അത്രമാത്രം നല്ലൊരു ഫോമിലായിരുന്നു ഇഷാൻ കിഷൻ. ഹെൻറി കാൾസനെ സംബന്ധിച്ചിടത്തോളം നല്ല ടച്ചിലായിരുന്നു. അവിടെ ഗിയർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമായിരുന്നു അവർ. 9 റൺസിൻ്റെ റൺ റേറ്റുമായിട്ട് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ആ 2 ക്യാച്ച് നോക്കുവാണെങ്കിൽ ഒരു 240 പോകേണ്ട ഒരു സ്കോറിനെ പെട്ടെന്ന് 201 ചവിട്ടി താഴ്ത്തി. സോ ഫിലിപ്പ് സാൾട്ടിൻ്റെ ഇന്നത്തെ ക്യാച്ച് സൂപ്പർ. പിന്നെ SRH ടീമിലോട്ട് വരുവാണെങ്കിൽ ഇഷാൻ കിഷൻ്റെ ക്യാപ്റ്റൻസി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഇഷാൻ കിഷൻ്റെ ക്യാപ്റ്റൻസി, ഇഷാൻ കിഷൻ ഇന്ന് 2 റിവ്യൂ ആണ് കൊണ്ട് കളഞ്ഞത്. വൈഡിന് വേണ്ടി 2 റിവ്യൂ കൊണ്ട് കളഞ്ഞു. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പവർ പ്ലേക്ക് അതുകൊണ്ട് 2 ഓവർ കൊടുക്കുന്നു. സോ RCBയെ സംബന്ധിച്ചിടത്തോളം ജോഷ് ഹേസ്ലൂഡ് വരുമ്പോഴത്തേന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. പക്ഷേ SRHനെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലാണ് അവരുടെ ബോളിങ്ങിനകത്തുള്ള പ്രശ്നം. ഇന്ന്
18 റൺസാണ് SRH എക്സ്ട്രാ ആയിട്ട് കൊണ്ട് കൊടുത്തത്. 8 വൈഡാണ് എറിഞ്ഞത്. ഇഷാൻ മലിംഗ 4 വൈഡാണ് കൊണ്ട് കൊടുത്തത്. പിന്നെ അഷ് ഡുബെ ഒരു ഓൾറൗണ്ടറാണ്, മേ ബി ഫ്യൂച്ചർ ഫോർ ഇന്ത്യയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ പിച്ച് നോക്കുകയാണെങ്കിൽ സ്പിന്നർമാർക്ക് വലിയ ബെനിഫിറ്റ്സ് ഒന്നും കൊടുത്തതില്ല. അവിടെ അടിയുണ്ട് RCBക്ക്. സോ അഷ് ഡുബെ നോക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ബോളിംഗ് എന്നും കാഴ്ചവെച്ചില്ല. 11 റൺസാണ് എക്കണോമി നോക്കുകയാണെങ്കിൽ. ഇഷാൻ മലിംഗ 2 ഓവറിനകത്ത് 35 റൺസാണ് കൊണ്ട് വഴങ്ങുന്നത്. അതുപോലെ തന്നെ അഷിൽ പട്ടേൽ 3 ഓവർ കംപ്ലീറ്റ് പോലും ചെയ്തില്ല, 39 റൺസാണ് കൊണ്ട് വഴങ്ങുന്നത്. എക്കണോമി നോക്കുകയാണെങ്കിൽ 14 മേളിൽ. സോ SRHനെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദൂരത്താണ്. ഇവരൊരു 300 റൺസ് എടുത്താലും അതിനെ ഇവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് ഈ ഒരു ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട്. നോക്കുകയാണെങ്കിൽ ഒറ്റ ഒരു സ്പിന്നറെ നോക്കുകയാണെങ്കിൽ ഇവരൊന്ന് യൂസ് ചെയ്തുള്ളൂ. സോ ഇവരുടെ ബോളിങ്ങിനകത്ത് ഒരുപാട് കൺസേൺ ഉണ്ട്. പിന്നെ ഇഷാൻ്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് വന്നെന്ന് കാഴ്ചവെച്ചു. അവിടെ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇഷാൻ്റെ ഇന്നത്തെ ബാറ്റിങ്. ഇഷാൻ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്കൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് വരുവാണ്. നിതീഷ് ശർമ്മയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ഋഷഭ് പന്തിന് ഒരു വെല്ലുവിളിയാണ്. സോ ഇന്ത്യയുടെ 3 ഫോർമാറ്റും കളിക്കാൻ എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരു പ്ലെയറാണ് ഇഷാൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. ഇപ്പം നോക്കുകയാണെങ്കിൽ വേൾഡ് കപ്പിന് തൊട്ട് ആ കൺസിസ്റ്റൻസി കണ്ടിന്യൂസ് ആയിട്ട് കാഴ്ചവെക്കുന്നുണ്ട്. സോ സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു ഇന്ന് ഇഷാൻ. ആ ഒരു ക്യാച്ച് എടുത്തില്ലായിരുന്നു മേ ബി ഇന്ന് 100 റൺസ് എടുത്തു പോയത്. നല്ലൊരു ഫോമിലാണ്. എന്താണോ വേൾഡ് കപ്പിനകത്ത് അല്ലെങ്കിൽ എന്തായിരുന്നു വേൾഡ് കപ്പിന് മുമ്പിലുള്ള ന്യൂസിലാൻഡ് സീരീസിനകത്ത് കാഴ്ചവെച്ചത് ആ ഒരു പ്രകടനം കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ അൻകിത് വർമ്മയുടെ ബാറ്റിംഗ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവാണ്. ഒരു ക്യാച്ച് കൊണ്ട് കളഞ്ഞു അൻകിത് വർമ്മയുടെ 26 റൺസിലാണെന്ന് തോന്നുന്നു. പക്ഷേ അവിടുന്ന് അൻകിത് വർമ്മയുടെ ആ ലാസ്റ്റ് ഓവറിനകത്തുള്ള ഒരു ഫിനിഷ്, സൂപ്പർ ബാറ്റിംഗ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ SRHനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ ടോപ്പ് ഓർഡർ ക്ലിക്ക് ആവണം, അതുപോലെ തന്നെ അവരുടെ ബോളിംഗ് ക്ലിക്ക് ആവണം. RCBയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ RCBയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സോ പ്ലേ ഓഫിലോട്ടുള്ള കുതിപ്പിലെ ആദ്യത്തെ പടി എന്തായാലും RCB കഴിഞ്ഞു. ലോങ് ടൂർണമെൻ്റാണ്, 2 മാസമുണ്ട്. മേളിൽ നിൽക്കുന്ന ടീം താഴെ വരാം, താഴെ നിൽക്കുന്ന ടീം മേളിൽ വരാം. സോ കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത്. എന്തായാലും വിജയത്തോടെ തുടങ്ങി ചാമ്പ്യന്മാരായ RCB.